കെ.എസ്.ആർ.ടി.സി ഡ്രൈവറുമായുണ്ടായ തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ വാദം പൊളിയുന്നു. കാർ കെ.എസ്.ആർ.ടി.സി ബസിന് കുറുകെയിട്ടതിന്റെ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്ത മേയറുടെ കാർ ബസിന് കുറുകെ സീബ്ര ലൈനിലാണ് പാർക്ക് ചെയ്തത്. കാറിന് സൈഡ് നൽകാത്തതിനല്ല കെ.എസ്.ആർ.ടി.സി ഡ്രൈവറുമായി വാക്കേറ്റമുണ്ടായതെന്നും ഡ്രൈവർ ലൈംഗിക ചുവയോടെ പെരുമാറിയെന്നുമാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ആരോപിക്കുന്നത്. ഞങ്ങൾ പുറകിലെ ഗ്ലാസ്സിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ KSRTCയുടെ ലഭ്യമായ രീതിയിൽ ലൈംഗിക ചൊവ്വയോടുകൂടി ഒരു ആക്ഷൻ ഞങ്ങളെ കാണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു KSRTC ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ രണ്ട് സ്ത്രീകൾ എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ അതിൽ അസ്വസ്ഥരായിരുന്നു. സംസാരിക്കാൻ വേണ്ടി ആദ്യം ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹം വളരെ റൈസായിക്കൊണ്ട് ആ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ ആരാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ഞങ്ങൾ തന്നെ നിന്ന സൈഡിലേക്ക് അതിന്റെ കവർ വലിച്ചെറിയുകയുമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇത് ഏതെങ്കിലും തരത്തിൽ വാഹനത്തിന് സൈഡ് തരാത്തതായിട്ടുള്ള പ്രശ്നമല്ല. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഈ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് ഇതിനു മുൻപും പല കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ FIR ഉണ്ട്, കേസെടുത്തിട്ടുണ്ട് എന്നുള്ള സത്യാവസ്ഥ നമ്മളിപ്പോൾ മനസ്സിലാക്കുകയാണ്. ഒരു വ്യക്തി സൂപ്പർ ഫാസ്റ്റ് ബസ്സിനോടൊപ്പം മത്സരിച്ച് പ്രത്യേകിച്ചും ജനപ്രതിനിധികളായിരിക്കുന്ന ഞങ്ങൾ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിനോടൊപ്പം മത്സരിച്ച് ഞങ്ങൾക്ക് സ്ഥലം തന്നില്ല എന്ന് പറഞ്ഞ് തർക്കിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അല്ലമീൻ ഉണ്ട് വിവരങ്ങളുമായി. അല്ലമീൻ, ഗുരുതരമായ ആരോപണങ്ങളാണ് മേയർ ഉന്നയിക്കുന്നത്. അതേസമയം ഡ്രൈവറുടെ പ്രതികരണവും നേരത്തെ കണ്ടതാണ്. ഈ കാര്യത്തിൽ പോലീസ് റിപ്പോർട്ടിൽ എന്താണുള്ളത്? ഈ ഡ്രൈവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതാണ് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അങ്ങനെ പോലീസ് റിപ്പോർട്ടിൽ കാണുകയും ചെയ്തില്ല. CCTV ദൃശ്യങ്ങളിൽ മേയർ പറയുന്നതുമായുള്ള വൈരുദ്ധ്യമുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ദൃശ്യങ്ങളിലാണ് മേയറുടെ വാദം പൊളിക്കുന്ന വസ്തുതകൾ ഉള്ളത് എന്നുള്ളതാണ് ഏറെ പ്രധാനം. മേയർ പറഞ്ഞത് ഈ തർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ബസ് ഡ്രൈവറെ തടഞ്ഞു നിർത്തി സംസാരിച്ചു. അത് പക്ഷേ വാഹനം തടഞ്ഞു നിർത്തിയതല്ല, സിഗ്നലിൽ ബസ് നിർത്തിയപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി വന്ന് സംസാരിച്ചു എന്നുള്ളതായിരുന്നു മേയറുടെ വാദം. എന്നാൽ അത് അങ്ങനെയല്ല എന്ന് കൃത്യമായി തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ്. തിരുവനന്തപുരം പാളയത്ത് യൂണിവേഴ്സിറ്റി കോളേജിനടുത്ത്, അതുപോലെ തന്നെ സാഫല്യം കോംപ്ലക്സിനടുത്തുള്ള CCTV നിന്നുള്ള ദൃശ്യങ്ങൾ. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ബസ്സിന് കുറുകെ കാർ തടഞ്ഞു നിർത്തിയിരിക്കുന്ന വിഷ്വലാണ് പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം, സാധാരണ സിഗ്നലിൽ നിർത്തുമ്പോൾ ചില വാഹനങ്ങൾ ഈ ബസ്സിന് മുന്നിലേക്കോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾക്ക് മുന്നിലേക്കോ മുൻപോട്ട് പോകാനായി കയറ്റി നിർത്താറുണ്ട്. പക്ഷേ ആ വാഹനം നിർത്തുമ്പോൾ അതിനൊരു ആംഗിൾ ഉണ്ട്, മുന്നോട്ട് പോകാൻ കണക്കിന് തന്നെയായിരിക്കും ആ വാഹനത്തിന് ആംഗിൾ ഉണ്ടാവുക. പക്ഷേ ഇപ്പോൾ പുറത്തു വന്ന CCTV ദൃശ്യങ്ങളിൽ കാണുന്നത് ആ ബസ്സിന് മുന്നിലായി ക്രോസ് ചെയ്ത് കാർ നിർത്തിയിരിക്കുന്നു. അത് സീബ്ര ലൈനിലാണ്. അതിനുശേഷം വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഡ്രൈവറോട് ആ വാഹനത്തിലുള്ളവർ സംസാരിക്കുന്നു. ആ വാഹനം എന്ന് പറയുന്നത് മേയറും MLA യും സഞ്ചരിച്ച ചുവന്ന നിറമുള്ള സ്വകാര്യ കാറാണ്. സ്വാഭാവികമായും അങ്ങനെ വാഹനം തടഞ്ഞു നിർത്തിയിട്ടില്ല, സിഗ്നലിൽ നിർത്തിയപ്പോഴാണ് ഇറങ്ങി സംസാരിച്ചത് എന്നുള്ള ആ ഒരു വാദമാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിലൂടെ പൊളിയുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്ന് മാത്രമല്ല, ഈ നിലപാട് തന്നെയാണ്, അതായത് വാഹനം നിർത്തിയപ്പോൾ, സിഗ്നലിൽ നിർത്തിയപ്പോൾ പുറത്തിറങ്ങി ഡ്രൈവറുമായി സംസാരിച്ചു എന്നുള്ളതാണ് മേയർ പോലീസിന് നൽകിയ മൊഴിയും. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസും മുന്നോട്ട് പോകുന്നത്. ഡ്രൈവറുടെ പരാതിയിൽ കഴമ്പില്ല എന്നൊരു നിഗമനത്തിലേക്ക് കൂടി പോലീസ് എത്തുകയും ചെയ്തു. പോലീസിന്റെ ഫൈൻഡിങ്സും ശരിയല്ല എന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിന്മേൽ എന്ത് പ്രതികരണം ഉണ്ടാകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഇന്നലെ മേയർ പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് അശ്ലീല ചുവയോടെയുള്ള ആംഗ്യഭാഷ വരുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കുന്നു. അങ്ങനെ പ്രതികരിക്കുമ്പോഴും അമിത വേഗതയിൽ പോവുകയോ വാഹനം തടഞ്ഞു നിർത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വാദം അതിലൂന്നിയായിരുന്നു മേയർ മുന്നോട്ട് പോയിരുന്നത്. ഇന്നിപ്പോൾ മാധ്യമങ്ങൾ കണ്ടപ്പോൾ, വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും അത്തരത്തിലൊരു കാറ് പുറത്ത് നിർത്തുന്നതിന്റെ മൊബൈൽ ദൃശ്യങ്ങൾ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെ ഓവർടേക്ക് ചെയ്ത് നിർത്തിയില്ല എന്നുള്ള വാദത്തിൽ നിന്ന് മേയർ മലക്കം മറിയുകയും വാഹനം മുന്നിലോട്ട് കയറ്റി നിർത്തി, അതും സിഗ്നലിൽ വന്നപ്പോൾ വാഹനം മുന്നിലോട്ട് കയറ്റി നിർത്തിയും ഇറങ്ങി സംസാരിച്ചു എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയൊന്നുമല്ല, മേയർ ഈ പറഞ്ഞ വാദങ്ങൾ നുണയാണ് മേയർ ആവർത്തിച്ചത് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളെ മുൻനിർത്തി എന്ത് വാദം മേയർക്ക് പറയാനുണ്ട് എന്നുള്ളതാണ് ഒരു ചോദ്യം. എന്ന് മാത്രമല്ല, പോലീസിന്റെ ഫൈൻഡിങ്സിലും ഈ വാദങ്ങളിൽ ഊന്നി മുന്നോട്ട് പോയ പോലീസിന്റെ ഫൈൻഡിങ്സും എത്രത്തോളം ശരിയാണ് എന്ന് ചോദ്യം ഉന്നയിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഡ്രൈവർ പറഞ്ഞത് വാഹനത്തിനെ ഓവർടേക്ക് ചെയ്തു, ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്ത് തന്നെ മറികടന്നു വന്നു, കാര്യങ്ങൾ അവതരിപ്പിച്ചു അല്ലെങ്കിൽ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് ഡ്രൈവറുടെ വാദം. അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള, ഇനി അദ്ദേഹം ഈ ലൈംഗിക ചുവയുള്ള ചേഷ്ടയൊക്കെ കാണിച്ചോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അത് തെളിയിക്കേണ്ട ദൃശ്യങ്ങൾ പുറത്തു വരേണ്ടത്. ഏതായാലും വാഹനം തടഞ്ഞു നിർത്തിയിട്ടില്ല എന്നുള്ള മേയറുടെ വാദമാണ് ഇപ്പോൾ പൊളിയുന്നത്. ആ ദൃശ്യങ്ങൾ കൃത്യമാണ്. രാത്രി 10 മണിക്ക് പാളയം സാഫല്യം കോംപ്ലക്സിന് ുള്ള CCTV-യിലും ഈ കാറ് കൊണ്ടുവന്ന് ബസ്സിന് കുറുകെയിട്ട് അതിൽ നിന്ന് ആളുകൾ ഇറങ്ങി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അലമീൻ, ഈ KSRTC ഡ്രൈവർ ഔദ്യോഗിക കൃത്യനിർവഹണമായിരുന്നു. അയാൾ വണ്ടി ഓടിച്ച് തൃശ്ശൂരിൽ നിന്ന് വരികയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡ്രൈവറുടെ പുതിയ പ്രതികരണം നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? അതോടൊപ്പം ഗതാഗത വകുപ്പ് ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് എന്താകും?
ഡ്യൂട്ടിക്ക് പ്രവേശിക്കേണ്ടതില്ല എന്നൊരു നിർദ്ദേശം ഗതാഗത വകുപ്പ് ഈ ഡ്രൈവർക്ക് നൽകിയിരിക്കുകയാണ്. അത് മേയറും MLAയും നൽകിയ പരാതി കൂടി പരിഗണിച്ച്, എന്ന് മാത്രമല്ല ലഹരി അടക്കം ഈ ഡ്രൈവർ ഉപയോഗിച്ചു എന്നുള്ളതാണ് പരാതിയിൽ മേയർ ഉൾപ്പെടെ പറയുന്നത്. ഈ സ്ത്രീ യാത്രക്കാരോട് ലൈംഗിക ചേഷ്ടയോട് പെരുമാറി എന്നടക്കമുള്ള ആ പരാതി പരിഗണിച്ചുകൊണ്ടാണ് ഗതാഗത വകുപ്പും ഇപ്പോൾ തൽക്കാലം ഡ്യൂട്ടിക്ക് പ്രവേശിക്കേണ്ടതില്ല എന്നൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. സ്വാഭാവികമായും ഗതാഗത വകുപ്പിൻ്റെതായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിലുണ്ടാകും. അതിനുശേഷം എന്ത് അന്തിമ നടപടിയിലേക്ക് തീരുമാനത്തിലേക്ക് പോകുമെന്നുള്ളത് കണ്ടറിയേണ്ടത്. ഏതായാലും പ്രാഥമികമായി ഡ്രൈവറോട് ഡ്യൂട്ടിയിൽ പ്രവേശിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് ഗതാഗത വകുപ്പും എത്തിയിരിക്കുന്നു. പോലീസും മേയറുടെയും MLAയുടെയും വാദങ്ങൾ മുൻനിർത്തിയുള്ള ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഫൈൻഡിങ്സിലേക്ക് അവരും എത്തിക്കൊണ്ടിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് മേയർ പറയുന്നത് പൂർണ്ണമായും ശരിയല്ല, അതിൽ ചില പൊരുത്തക്കേടുകളുണ്ട്, വസ്തുതകൾക്ക് നിരക്കാത്ത ചില നടപടികളും നിലപാടുകളും മറുപടിയും വിശദീകരണവുമാണ് മേയറും MLAയും ഇക്കാര്യത്തിൽ നടത്തിയതെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഇനി ആ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എന്ത് തുടർ നടപടി സ്വീകരിക്കും, ഗതാഗത വകുപ്പ് എന്ത് തുടർ നടപടി സ്വീകരിക്കും, ഡ്രൈവർക്കെതിരെ എന്ത് നടപടി വകുപ്പ് തലത്തിൽ ഉണ്ടാകുമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇനി കണ്ടറിയേണ്ടതാണ്. അല്പസമയം മുമ്പാണ് ആ ദൃശ്യം പുറത്തു വന്നത്. ആ ദൃശ്യം പുറത്തു വരുന്നതിന് മുമ്പും അല്ലെങ്കിൽ ആ ദൃശ്യം പുറത്തു വരുമ്പോഴും മേയർ പോലീസിന് മൊഴി നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനു മുമ്പ് അവർ വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും അവരുടെ നിലപാട് ആവർത്തിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഏതായാലും പുതിയ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനി എന്ത് വിശദീകരണം, എന്ത് നടപടി പോലീസിന്റെയും അതുപോലെ ഗതാഗത വകുപ്പിന്റെയും ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് കാണേണ്ടത്. KSRTC ജീവനക്കാരുടെ സംഘടനയുടെ പ്രതികരണം ഒന്നും ഈ ഘട്ടത്തിൽ വന്നിട്ടില്ലേ? ഈ ഡ്രൈവറുമായി ബന്ധപ്പെട്ട് നേരത്തെയും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ നേരത്തെ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അതിൽ എത്രത്തോളം വസ്തുതയുണ്ട്? കോൺഗ്രസ് അനുകൂല സംഘടന ഇതിനോടകം തന്നെ MLAയ്ക്കും മേയർക്കുമെതിരെ നടപടി വേണമെന്നൊരു ആവശ്യവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. മറ്റു സംഘടനകളൊന്നും തന്നെ കൃത്യമായ ഒരു പ്രതികരണത്തിലേക്ക് CIT ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പ്രതികരണവും ഇക്കാര്യത്തിൽ പ്രധാനമാണ്. എന്ന് മാത്രമല്ല ഈ ഡ്രൈവറുടെ രാഷ്ട്രീയ പാരമ്പര്യവും പശ്ചാത്തലമൊക്കെ മുൻനിർത്തിയുള്ള ഒരു പ്രതികരണവും ഒരുപക്ഷെ അവർ നടത്തിയേക്കും. ഈ മുൻപും കേസുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത് പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. എന്നാൽ കോൺഗ്രസ് അനുകൂല സംഘടന TDF ഇതിനോടകം തന്നെ മേയർക്കും MLAയ്ക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അതിന്മേലൊരു നടപടിയിലേക്ക് കടന്നിട്ടുമില്ല. ഏതായാലും ഈ ഡ്രൈവറും പരാതി നൽകിയിട്ടുണ്ട്. ആ ഡ്രൈവറുടെ പരാതി മേൽ പോലീസ് ഇനി എന്ത് തുടർ നടപടി സ്വീകരിക്കും, അതിനനുസരിച്ചായിരിക്കും ഒരുപക്ഷെ ഇനി ഈ യൂണിയനുകളൊക്കെ നിലപാട് സ്വീകരിക്കുക. ഡ്രൈവർ നൽകിയിരിക്കുന്ന പരാതി ഇത്തരത്തിൽ വാഹനത്തെ അമിത വേഗതയിൽ ഓവർടേക്ക് ചെയ്തു വരുന്നു, മറ്റു യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഇവർ പെരുമാറുന്നു, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു എന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ഡ്രൈവർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത്തരം ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നുള്ളൊരു നിഗമനമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. എന്ന് മാത്രമല്ല മേയറും MLAയും നൽകിയ പരാതിയിന്മേൽ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ആ നടപടികളെയൊക്കെ തന്നെ ഒരുപക്ഷെ പുനർവിചിന്തനത്തിന് വിധേയമാക്കാൻ സഹായകമാകുന്ന വിധത്തിലൊരു ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. പോലീസിന്റെ കണ്ടുപിടുത്തം അത് ശരിയല്ല എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഇനി അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നടപടി എന്നുള്ളതാണ് അവശേഷിക്കുന്ന ചോദ്യം. അതിനുള്ള മറുപടിയാണ് ഇനി കേരളം കാത്തിരിക്കുന്നതും. ശരി, അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും CCTV ദൃശ്യങ്ങൾ മേയറുടെ വാദങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ്. ഇക്കാര്യത്തിൽ ഗതാഗത വകുപ്പ് എടുക്കുന്ന നിലപാട് എന്താണ് എന്നും അറിയേണ്ടതുണ്ട്.